ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കും. ദ്വാരപാലക കേസിൽ 2 പേരെയും, കട്ടിളപ്പാളി കേസിൽ ഒരാളെയും പ്രതി ചേർക്കും. കൊടിമര പുനഃപ്രതിഷ്ഠയിലും ഗുരുതര ക്രമക്കേടെന്ന് ഹൈക്കോടതി. വിജിലൻസ് ഡയറക്ടർ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണം. ഭക്തർ നൽകിയ സ്വർണത്തിന്റെ വ്യക്തമായ കണക്കുകൾ ഇല്ലെന്നും കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് SITയുടെ നീക്കം. ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിൽ 2 പേരുടെയും കട്ടിളപ്പാളി കേസിൽ ഒരാളുടെയും പങ്ക് സ്ഥിരീകരിച്ചു. 4 പേരുടെ പങ്കാളിത്തം പരിശോധിച്ചതിൽ നിന്നാണ് 3 പേരുടെ കാര്യത്തിൽ അന്തിമ സ്ഥിരീകരണം ഉണ്ടായത്. കൊടിമര പുനഃപ്രതിഷ്ഠയിലും ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തി. 27 ഭക്തർ സംഭാവന ചെയ്ത സ്വർണത്തിൽ അളവ് തിട്ടപ്പെടുത്തിയ വിവരങ്ങൾ മാസരേഖകളിൽ ഇല്ല. കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് ആകെ കണ്ടെത്തിയത് 9573.01 ഗ്രാം സ്വർണമാണ്. ഇതിൽ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ചത് 9340.2 ഗ്രാം സ്വർണം മാത്രം. ഭക്തർ നൽകിയ സ്വർണത്തിന്റെ അളവ് രേഖകളിൽ ഇല്ല എന്നതാണ് ക്രമക്കേടിന് ആധാരം. ഒരു നടനും മറ്റ് ഭക്തരും കൂടി 80.49 ഗ്രാം സ്വർണം അഭിഭാഷക കമ്മീഷണർക്ക് നൽകി. ഒരു സിനിമാ നിർമ്മാതാവും മറ്റൊരു വ്യക്തിയും കൂടി 246.52 ഗ്രാം സ്വർണ്ണ ബിസ്ക്കറ്റുകളും കമ്മീഷണർക്ക് നൽകി. ഈ സ്വർണം തിരുവാഭരണം കമ്മീഷണർക്ക് അഭിഭാഷക കമ്മീഷണർ കൈമാറിയെന്നും SIT സംഘം ഹൈക്കോടതി അറിയിച്ചു. ക്രമക്കേട് കണ്ടെത്തിയതോടെ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് അനുമതി നൽകിയ 2016 സെപ്റ്റംബർ 23 മുതലുള്ള കാലഘട്ടം അന്വേഷണ പരിധിയിൽ വരണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട രേഖകൾ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറണം. വിജിലൻസ് ഡയറക്ടർ പ്രത്യേക സംഘം രൂപീകരിച്ച് പ്രാഥമിക അന്വേഷണം നടത്തണം. സ്വർണം സംഭാവന നൽകിയ ഭക്തരുടെ മൊഴികൾ ശേഖരിച്ചു വേണം അന്വേഷണം നടത്തേണ്ടത്. 1 മാസത്തിനുള്ളിൽ വിജിലൻസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. ആദ്യ സ്വർണ്ണപ്പാളിയുടെയും നിലവിലെ സ്വർണ്ണപ്പാളികളുടെയും ശാസ്ത്രീയ താരതമ്യ പരിശോധനയ്ക്കും ഹൈക്കോടതി അനുമതി നൽകി. ഈ മാസം 12-ന് സാമ്പിൾ ശേഖരിക്കാം. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ഉൾപ്പെടെ 3 ഇടങ്ങളാണ് ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ജനം, കൊച്ചി.